അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താക്കീതിന് പിന്നാലെ യുഎസ് യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ട് ഇറാൻ 2 ദിവസത്തിനിടെ 2 വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററുമാണ് ഇറാൻ തകർത്തത്. ഇന്നലെ തകർത്ത F-15 വിമാനത്തിലെ ഒരു സൈനികനെ രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റൊരാളെ കാണാതായതോടെ ഇറാൻ മണ്ണിൽ യുഎസ് തിരച്ചിൽ ഊർജിതമാക്കി. അമേരിക്ക വെടിനിർത്തലിനെ സമീപിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫൈസൽ ഹംസ വാർ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഫൈസൽ, ഗുഡ് മോർണിംഗ്. തങ്ങൾ അമേരിക്കയുടെ ഭീഷണിക്ക്, ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങുകയില്ല, ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് നേരത്തെ ഇറാൻ വ്യക്തമാക്കിയതാണ്. കൂടുതൽ ആക്രമണം കടുപ്പിക്കുകയാണോ ഇറാൻ? ഗുഡ് മോർണിംഗ് ആര്യ, ശ്രുതി. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇറാന്റെ മുഴുവൻ സൈനിക ശേഷിയും തകർത്തു എന്നും യുദ്ധം ലക്ഷ്യത്തോട് അടുക്കുകയാണ് എന്നും പറയുന്നത്. ഒരു അർത്ഥത്തിലുള്ള പ്രതിരോധത്തിനും ഇറാന് ശേഷിയുള്ള ഇല്ല എന്ന് പറഞ്ഞിടത്താണ് 24 മണിക്കൂറിനിടെ അമേരിക്കയുടെ 2 യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ചിടുന്നത് എന്നുള്ളതാണ്. ഇന്നലെ ആദ്യം ഇറാൻ അവകാശപ്പെട്ടത് F-35 വിമാനം വെടിവെച്ചിട്ടു എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് ഒരു F-15 വിമാനം വെടിവെച്ചിട്ടു എന്നുള്ളതാണ്. ഇതിലുള്ള 2 സൈനികരെ ആ സമയത്ത് കാണാതായിരുന്നു, 2 പൈലറ്റുമാരെ. അതിൽ ഒരാളെ കണ്ടെത്തിയതായി അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരാൾക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഈ തിരച്ചിലിനിടെയാണ് ഒരു ഹെലികോപ്റ്റർ കൂടി ഇന്നലെ ഇറാൻ വെടിവെച്ചിടുന്നത്. പക്ഷേ അതിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ വെച്ചിട്ട് ഒരു A-10 വിമാനം കൂടി ഇറാൻ വെടിവെച്ചിടുകയാണ്. അങ്ങനെയാണ് 3 പോർ വിമാനങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. 2 യുദ്ധവിമാനങ്ങളും അതോടൊപ്പം തന്നെ ഒരു ഹെലികോപ്റ്ററും അമേരിക്കയ്ക്ക് നഷ്ടമാകുന്ന കനത്ത തിരിച്ചടി ഇന്നലെ ഉണ്ടാകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സൈനിക ശേഷിയും നഷ്ടമായി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറയുന്നിടത്ത് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഇപ്പോഴും ആക്റ്റീവാണ്, ശക്തമാണ്, അമേരിക്കയെ പ്രതിരോധിക്കാൻ സജ്ജമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന തരത്തിലുള്ള ഒരു നേട്ടമാണ് അവർക്കുണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും. മാനസികമായും യുദ്ധരംഗത്തും ഇറാന് വലിയ മേൽക്കോയ്മ നൽകുന്നതാണ് ഈ 3 വിമാനങ്ങളുടെ അല്ലെങ്കിൽ 2 യുദ്ധവിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററും അമേരിക്കയ്ക്ക് നഷ്ടമായത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇറാൻ മാധ്യമങ്ങൾ കുറച്ചുകൂടി കടന്നുള്ള അവകാശവാദമാണ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 5 അമേരിക്കൻ പോർ വിമാനങ്ങൾ 24 മണിക്കൂറിനിടെ തകർത്തു എന്നുള്ള ഒരു അവകാശവാദം കൂടി ഇറാൻ മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ പെന്റഗണോ അല്ലെങ്കിൽ വൈറ്റ് ഹൗസോ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ഇറാൻ സൈന്യവും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ 2 വിമാനങ്ങൾ നഷ്ടപ്പെട്ടതുമായി അമേരിക്ക തന്നെ ഏതാണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറുവശത്ത് ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ അവരുടെ ആക്രമണം കടുപ്പിക്കുകയാണ്. ഇന്നലെ ഹബ്ഷാൻ മേഖലയിൽ, ഗ്യാസ് മേഖലയിൽ UAE-യിൽ വലിയ ആക്രമണം നടന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഒരു ഈജിപ്ത് പൗരൻ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്കേറ്റു എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോഴും അവിടെ തീയുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല വലിയ രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായതുപോലെ തന്നെ ആക്രമണം നടത്തുന്നു. മറുവശത്ത് ഇറാനിലും ഇസ്രായേലിന്റെ കനത്ത ആക്രമണം, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കനത്ത ആക്രമണം നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നു. അവരുടെ എയർ ഡിഫൻസ് ഇപ്പോഴും ശക്തമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വെല്ലുവിളി തന്നെയാണ്. ഏറ്റവും ഒടുവിലായി ഇറാൻ മാധ്യമങ്ങൾ മറ്റൊരു വാർത്ത കൂടി പങ്കുവെക്കുന്നുണ്ട്. അമേരിക്ക ഒരു താൽക്കാലിക വെടിനിർത്തലിനായി ഒരു സൗഹൃദ രാജ്യവുമായി ചേർന്ന് അവരെ സമീപിച്ചു എന്നുള്ളതാണ്. 48 മണിക്കൂർ അടിയന്തര വെടിനിർത്തലിന് സജ്ജമാകണമെന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. പക്ഷേ ഈ ആവശ്യത്തോട് ഇറാൻ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്പം മുമ്പ് വരെ മസൂദ് പെഷസ്കിയാൻ ഇറാൻ പ്രസിഡന്റ് പറഞ്ഞത് ഇപ്പോഴും ആക്രമണം തുടരുന്ന അമേരിക്കയുമായി എങ്ങനെയാണ് ഒരു സമാധാന ചർച്ച നടത്തുക, ഒരു വെടിനിർത്തൽ ചർച്ച നടത്തുക എന്നുള്ളതാണ്. എന്തായാലും യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നു എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. തീർച്ചയായും ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും തങ്ങൾ യുദ്ധത്തിന്റെ അവസാന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഇറാനെ തളർത്തിയിരിക്കുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നതിനിടയിലാണ് ഇപ്പോൾ കരുത്തുറ്റ തരത്തിൽ തങ്ങളുടെ കരുത്ത് വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്ന നിലയിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നത്. ഫൈസൽ ഹംസയാണ് വിശദാംശങ്ങൾ നൽകിയത്.